പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളെ തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ ജോലി അഴിമതി തുറന്നു കാട്ടുക എന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രിക്കെതിരെ അത്തരം തെളിവുകളില്ല. അതിനാൽ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നതെന്നും ഇത്തരം രീതികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ ഇല്ലാതാക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. മോദിജിനെ मल्टी पार्टी पार्लियामेंट्री डेमोक्रेटिक सिस्टम को पुष्ट करने के लिए हमेशा आग्रह रखा है कि संसदीय शुचिता और पार्लियामेंट्री डिसिप्लिन ये दोनों का पालन किया जाना चाहिए। और मैं मानता हूं कि देश की जनता ने कभी न कभी शीर्ष करना पड़ेगा। പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് നടത്തുന്ന അധിക്ഷേപങ്ങൾ ഇങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തോട് രാഷ്ട്രീയം തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് ചുരുങ്ങുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. ഭാഷ का जो प्रयोग करते इस प्रकार की राजनीति को जो बल देते हैं ऐसे लोगों ने जनता ने दंड देना चाहिए। किसी भी व्यक्ति का भ्रष्ट आचरण हो तो वो उसकी व्यक्तिगत बात नहीं बनती है, सार्वजनिक होती है। उसके भ्रष्टाचार को उजागर करना वो विपक्ष का जिम्मेदारी भी है. നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും പ്രതിപക്ഷം ആക്ഷേപിക്കുകയാണ്. ഇത്തരം നടപടികൾ ജനാധിപത്യ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നില്ലെന്നും അത്തരം നേതാക്കളെ തെരഞ്ഞെടുപ്പുകളിൽ ശിക്ഷിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. मोदी जी की स्वर्गीय माता जी के लिए अपशब्द बोल देना ये हमारी देश की लोकतांत्रिक राजनीति को पुष्ट नहीं करेगा. और मैं देश की जनता को जरूर कहना चाहूंगा कि ऐसे लोगों को दंडित करना चाहिए चुनाव के माध्यम से. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്നാണ് അമിത്ഷാ പാർലമെന്റിനെ വിശേഷിപ്പിച്ചത്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തത്വങ്ങളെയും നയങ്ങളെയും കുറിച്ച് ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായിരിക്കണം പാർലമെന്റെന്നും അത്തരം ചർച്ചകൾക്ക് ഇതിലും വലിയ വേദി വേറെയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ എംപിമാർ ഇതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.